വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവരാണെങ്കിൽ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പ്രകാശനും ചന്ദ്രയും കൂടി എൻ്റെ വണ്ടിയിൽ കയറിക്കോ, ഈ പ്രകാശിൻ്റെ വണ്ടി പിന്നീട് ഞാൻ എടുത്തുകൊണ്ട് വരാം, ബാക്കിയുള്ളവർ കമലിൻ്റെ ഓട്ടോയിൽ കയറിക്കോ എന്ന് പറയുകയാണ്. തുടർന്ന് കമലിനാണെങ്കിൽ വേലായുധനെയും ഭാര്യയും മുള്ളയും കൊണ്ട് ആ ഓട്ടോയിൽ പോകുന്നുണ്ട്. പിന്നെ ചന്ദ്രയും പ്രകാശനും കൂടി ശിവൻ്റെ വണ്ടിയിലേക്ക് കയറുകയാണ്. എന്നിട്ട് പിന്നെ ശിവനാണെങ്കിൽ പോകാൻ നേരം ഇങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി നോക്കുകയാണ്, പക്ഷെ രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം മുഖം കൊടുക്കുന്നില്ല. എന്നിട്ട് ശിവനാണെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അതിനുശേഷം ശാലിനിയുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. അന്നേരം ശാരികയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അച്ഛൻ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുകയാണ്. അന്നേരം കൂട്ടിക്കൊണ്ടുപോയി എവിടേക്കും ചോദിക്കുമ്പോൾ ഡ്രസ്സും ഒക്കെ ബാഗൊക്കെ ആയിട്ടാണ് പോയത്, ആശ്രമത്തിൽ ഡോക്ടറെ കാണിക്കാനെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം അതെന്താ അങ്ങനെ, ഡോക്ടറോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശരി, ഞാൻ അങ്ങോട്ടത്തേക്ക് വരാം, ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഡേയ്സിയുടെ വീടാണ് കാണിക്കുന്നത്. ഡേയ്സി ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ എൽസമ്മയാണെങ്കിൽ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഡേവിസിൻ്റെ അച്ഛനാണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച UK നിന്ന് വരും, നിൻ്റെ ഒരു തീരുമാനം അറിയാൻ വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ തീരുമാനം നേരത്തെ പറഞ്ഞതാണ്, എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ ഡേയ്സി പറയുന്നുണ്ട്. അന്നേരം ചെറുപ്പം മുതലേ ഡേവിസ് നിനക്കുള്ളതാണ്, അങ്ങനെ പറഞ്ഞാണ് വളർത്തിയത്, അപ്പോൾ നിൻ്റെ സമ്മതത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്. ഒരു പെൺകുട്ടികൾക്കൊരു പ്രായം കഴിഞ്ഞാൽ വിവാഹ കമ്പോളത്തിൽ വലിയ മാർക്കറ്റൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പക്ഷേ ഡേയ്സി പറയുന്നുണ്ട്, എനിക്ക് പറഞ്ഞതിലൊന്നും കൂടുതലൊന്നും പറയാനില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആൻ്റണിയും പിന്നെ ഡേവിസും കൂടി ഇവിടെ പോയിട്ട് കാറിൽ വന്നിറങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി, നീ എന്തൊക്കെയാണ് പറഞ്ഞത്, നിൻ്റെ കഴുത്തിൽ താലി കെട്ടി മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്, എന്തൊക്കെയാണെന്നല്ലേ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനിപ്പോൾ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ എൽസമ്മ ചോദിക്കുമ്പോൾ ഇവളുടെ മറ്റവനില്ലേ ശിവനാണെങ്കിൽ അവൻ കളക്ടറെ അങ്ങ് കെട്ടി എന്ന് പറയുകയാണ്. അന്നേരം ഞാനിത് വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് ഡേയ്സി അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഡേവിസ് പറയുകയാണ്, നീ വിശ്വസിക്കില്ല എന്നറിയാം, അതുകൊണ്ട് തെളിവ് സഹിതമാണ് വന്നത് എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ ഓണാക്കി, ഫോണിൽ വീഡിയോ ഓണാക്കി ഡേയ്സിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം ഇവരിങ്ങനെ ആ മാലയിട്ടിട്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന, ആ മാലയും കൊണ്ട് ഇറങ്ങി വരുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അന്നേരം വിവാഹം കഴിഞ്ഞ ശേഷം സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഡേയ്സി ആകപ്പാടെ അങ്ങോട്ട് അങ്ങ് ദേഷ്യം വരികയാണ്. നീ എന്തൊക്കെയാണ് പറഞ്ഞത്, മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നല്ലേക്ക് പറഞ്ഞ് ആൻ്റണി വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നിട്ട് ഡേയ്സി ആണെങ്കിൽ ദേഷ്യം കൊണ്ട് പുറത്തേക്ക്, ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിലേക്ക് ഇങ്ങനെ പോയി നിന്നിട്ട് ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അത് ഇവർക്ക് അറിയാമോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല, തെറ്റായൊരു ന്യൂസാണെന്നുള്ളത്. അതേസമയം അവിടെ വേലായുധൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടി എത്തുന്നുണ്ട്. ഡേയ്സിയും ചന്ദ്രയും, പിന്നെ ഡേയ്സിയല്ല ചന്ദ്രയും പ്രകാശനും, പിന്നെ ശിവൻ വണ്ടിയിൽ എല്ലാവരും എത്തുന്നുണ്ട്. കമല എല്ലാവരെയും കൊണ്ട് ഓട്ടോയിൽ എത്തുന്നുണ്ട്. അന്നേരം ചടങ്ങ് പ്രകാരം ചെറുക്കൻ്റെ അമ്മ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റണമെന്നാണ്, അതിൻ്റെ ആചാരപ്രകാരം നടക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ബന്ധുക്കളായിട്ട് എന്നിങ്ങനെ പ്രകാശം പറയുകയാണ്. അന്നേരം അതിന് പേടിക്കൊന്നും വേണ്ട, ഇവിടെ എന്തായാലും എൻ്റെ ഭാര്യ അത് ചെയ്യട്ടെ, അവൾക്ക് എന്തായാലും നമുക്ക് എന്തായാലും ഒരു അന്തരിയില്ല, അപ്പോൾ അതിങ്ങനെയെങ്കിലും നടക്കട്ടെ, അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനും അനുഗ്രഹിക്കാം, വിളക്കെടുത്തുകൊണ്ട് വടി എന്നൊക്കെ പിന്നെ പറഞ്ഞു വിടുകയാണ്. റാണിയെ പറഞ്ഞു വിടുമ്പോൾ അകത്തുനിന്ന് റാണിയും പിന്നെ വേലായുധൻ്റെ അമ്മയും ഭാര്യയും കൂടി നിലവിളക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ആരതി ഒഴിയുന്നതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ പ്രകാശൻ എത്ര പെട്ടെന്നാണ് അച്ഛനും അമ്മയൊക്കെ കിട്ടിയത്, ആ ഒരു പരാതി അങ്ങ് തീർന്നല്ലോ എന്നൊക്കെ ശിവനും കമലിനും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വേലായുധൻ്റെ ഭാര്യയാണെങ്കിൽ അങ്ങനെ ആരതി ഒഴിഞ്ഞ ശേഷം നിലവിളക്ക് കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് വലതുകാല് വെച്ച് തന്നെ കയറണം, വാടക വീടായാലും ഏതായാലും സ്വന്തം വീട് പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് ചന്ദ്രയാണെങ്കിൽ നിലവിളക്കം പിടിച്ചുകൊണ്ട് പ്രകാശനും കൂടി ചേർന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. ഇനി ചെറുക്കനും പെണ്ണിനും മധുരം കൊടുക്കുന്ന ചടങ്ങാണ്, മധുരമുള്ള എന്തോ ആകാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കമലം ചോദിക്കണം, ലഡു ആയാലോ എന്ന്. അന്നേരം അതായാലും മതി എന്ന് പറയുമ്പോൾ സബ് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കാൻ വാങ്ങിച്ചതാണ്, പക്ഷേ ആ ഒരു തിരക്കിനിടയിൽ മറന്നുപോയി, വണ്ടിയിലുണ്ട് എടുത്തുകൊണ്ട് വരാം. അന്നേരം ശിവൻ പറയുന്നത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്ന് പറയുമ്പോൾ കമലമ്പോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം നിങ്ങൾ വന്ന കാലിൽ നിൽക്കാതെ അങ്ങോട്ട് ഇരിക്കും, പിടിച്ചിരുത്തടി എന്നൊക്കെ വേലായുധൻ ആകപ്പാടെ അങ്ങ് സന്തോഷം. ഒരു വീട്ടിൽ കല്യാണം നടന്ന പോലെ തന്നെയാണ്, മകൻ്റെ ഒരു കല്യാണം നടന്ന പോലെ തന്നെയാണ് വേലായുധം പെരുമാറുന്നതൊക്കെ. തുടർന്ന് രണ്ടുപേരും രണ്ട് കസേരയിലായിട്ട് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ശിവ നീ ആദ്യം കൊടുക്കുമെന്ന് വേലായുധം പറയുകയാണ്. തുടർന്ന് ശിവനാണെങ്കിൽ ലഡു എടുത്ത് രണ്ടായിട്ട് പകുത്ത് രണ്ടുപേർക്കും കൊടുക്കുകയാണ്. എന്നിട്ട് ഒരെണ്ണം എടുത്ത് കമലിൻ്റെ വായിലേക്ക് വാ തുറക്കടാന്നും പറഞ്ഞ് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷമാണെങ്കിൽ പറയുന്നുണ്ട്, അപ്പോൾ ഇനി വിവാഹത്തിൻ്റെ ചടങ്ങുകൾ മാത്രമേ കഴിഞ്ഞുള്ളൂ, നിയമപരമായിട്ട് ആകണമെന്നുണ്ടെങ്കിൽ 1 മാസം എടുക്കും, അതുവരെ രണ്ടുപേരും 2 സ്ഥലത്ത് താമസിക്കണം. പിന്നെ പ്രകാശന് മധുരയിലെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത്
കഴിഞ്ഞാൽ അവിടത്തേക്കൊരു പിന്നെ വീടെടുത്ത് താമസിക്കാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഒരു മാസത്തെ സമയമുണ്ടല്ലോ എന്ന് ശിവൻ പറഞ്ഞതിന് മറുപടിയായിട്ട് പ്രകാശനും പറയുന്നുണ്ട്. അന്നേരം എന്തായാലും രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കും. ഇനി നിങ്ങളുടെ ഒരു പുതിയ കുടുംബജീവിതം തുടങ്ങേണ്ടത് മധുരയിൽ വീട്ടിലായിരിക്കണം. രണ്ടുപേർക്കും ഒരു നല്ലൊരു വിവാഹ മംഗളാശംസകളെന്നിങ്ങനെ വേലായുധൻ പറയുകയാണ്. തുടർന്ന് ചിരിച്ച് എല്ലാവരും നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ശിവനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നത്. അന്നേരം ശരി ഞാൻ മറന്നുപോയി, പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് ശിവൻ ഫോൺ വയ്ക്കുകയാണ്. എന്നിട്ട് വേലായുധനോട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതാ ശാലിനിയുടെ സത്യയുടെയും പപ്പിയുടെയും കുട്ടികളുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്കൂളിലേക്കാണ് പിന്നീട് ശിവൻ പോകുന്നതൊക്കെ. അതേസമയം അവിടെ കളക്ടറേറ്റിൽ ADM ജോൺ എബ്രഹാം ആണെങ്കിൽ കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകരെയൊക്കെ തൻ്റെ ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സ്ത്രീ ആണെങ്കിൽ അടുക്കളയിൽ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല, തൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് മുന്നേറേണ്ടവളാണ് എന്നൊക്കെ നമ്മുടെ കളക്ടറാണെങ്കിൽ ശാലിനി വിഷ്ണു നമുക്ക് തെളിയിച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുൻപൊക്കെ ആണെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയാൽ അല്ലെങ്കിൽ പിന്നെ കളഞ്ഞിട്ട് പോയാൽ അങ്ങനെ ചിതയിൽ ചാടി മരിക്കുന്നു, അങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ത്രീ അബലയല്ല, അങ്ങനെ തീപ്പന്തമാണ് എന്നൊക്കെ നമ്മുടെ കളക്ടർ തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് മുതൽ നമ്മുടെ കളക്ടർ ശാലിനി വിഷ്ണു, ശാലിനി ശിവൻ എന്നറിയപ്പെടും. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണെന്ന് പറഞ്ഞ് തൻ്റെ ഫോണിൽ ആ ഒരു വീഡിയോ ഓണാക്കി എല്ലാവരെയും കാണിക്കുന്നുണ്ട്. തുടർന്ന് ഇയാൾ പറയുന്ന അനുസരിച്ച് എല്ലാവരും ഇങ്ങനെ കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഒരു വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് കല്യാണ ചിലവ് മേഡം വേറെ തരും, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഈ ലഡു എല്ലാവരും കഴിക്കുക എന്ന് പറഞ്ഞ് ലഡുവൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അനുപല്ലവി ആണെങ്കിൽ ആ ഒരു ക്യാമ്പിലേക്ക് വന്നിട്ട് ഈ സംസാരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ കളക്ടർ പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കേണ്ടതല്ല, അത് പുറത്ത് കാണിക്കേണ്ടതാണ്, അവരുടെ ജീവിതമാണ്, അതിനനുസരിച്ച് മുന്നേറുകയാണ് നമ്മുടെ കളക്ടർ കാണിച്ചു തന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ശാലിനി വിഷ്ണു അല്ല, ശാലിനി ശിവനായിട്ട് ഇന്ന് മുതൽ അറിയപ്പെടും എന്നൊക്കെ പറയുമ്പോൾ അനുപല്ലവി ഇങ്ങനെ ദന്തം വിട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എല്ലാവർക്കും ലഡു കൊടുക്കുന്നുണ്ട്. അന്നേരമാണ് അനുപല്ലവി പിന്നെ ജോൺ എബ്രഹാം കാണുന്നത്. തുടർന്ന് അനുപല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് ലഡു മധുരം എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുകയാണ്. പക്ഷേ അനുപല്ലവി ദേഷിച്ചങ്ങ് തിരിഞ്ഞു പോവുകയാണ്. അന്നേരം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയാണ് കാണാൻ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ലഡു ജോൺ തന്നെ കഴിക്കുന്നുണ്ട്. അതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിൽ ശ്യാമയാണെങ്കിൽ എന്തൊക്കെയോ തുണിയൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരിക വരുന്നുണ്ട്. അന്നേരം അമ്മ പോയപ്പോൾ അങ്ങോട്ട് വീട് ഉറങ്ങിയതുപോലെയല്ലേ, അമ്മയില്ലാത്ത വീട് സങ്കല്പിക്കാനായിട്ട് സാധിക്കുന്ന പോലുമില്ല. അമ്മ ഇങ്ങനെ ഇത്രയും ദിവസമൊന്നും മാറി നിന്നിട്ടില്ലല്ലോ, അത്ര സ്വന്തക്കാരുടെ കല്യാണം വന്നാൽ പോലും അമ്മ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരും, ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിലല്ലേ അമ്മ അങ്ങനെ താമസിക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അമ്മയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അമ്മ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്, അടുത്തിടെയായിട്ട് കാണാൻ വരുന്ന സ്ത്രീ ആരാണ്, വാതിൽ വെച്ച് സംസാരിക്കുക, രഹസ്യങ്ങൾ സൂക്ഷിക്കുക, എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ശ്യാമയും പറയുന്നുണ്ട്. അന്നേരം അവർക്കൊരു വിഷമം, ശാരദാമ്മ അവിടെ നിന്ന് പോയതില്ല. അന്നേരം ശാരിക പറയുന്നുണ്ട്, അമ്മ നടത്തിക്കൊണ്ട് പോകുന്നാൽ ഈ ഹോട്ടൽ എന്തായാലും നമുക്ക് നടത്തിക്കൊണ്ട് പോകാനും സാധിക്കില്ല, എന്തായാലും നോക്കാം, 2 ദിവസം കഴിഞ്ഞ് അച്ഛനോട് പിന്നെ കാര്യങ്ങളൊക്കെ വിളിച്ച് തിരക്കാം, അപ്പോൾ നമുക്കൊരു സമാധാനം ആവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനി അവിടേക്ക് വരുന്നത്. അന്നേരം ആ വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആരോ വന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാലിനിയാണ് വരുന്നത്. അന്നേരം അച്ഛനാണെങ്കിൽ അമ്മയും കൂട്ടി എങ്ങോട്ടത്തേക്കാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛനല്ലേ അമ്മയും കൂട്ടിക്കൊണ്ട് പോയത്, അതിപ്പോൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ ശാലിനിയാണെങ്കിൽ ആകെ ഒരു സങ്കടം എന്ന പോലെ, പരാതി എന്ന പോലെയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പറയുന്നുണ്ട്, അച്ഛനല്ലേ കൊണ്ടുപോയത്, ഇപ്പോൾ നമ്മൾ തിരക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്യാമ പറയുമ്പോൾ, എന്തായാലും ആര് കൊണ്ടുപോയാലും നമ്മുടെ അമ്മയല്ലേ, അപ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഏതായാലും 2 ദിവസം ഇപ്പോൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്നാലും അപ്പോൾ ഒന്ന് കുഞ്ഞേച്ചിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഒന്ന് പറയണമായിരുന്നു ശ്യാമ പറയുന്നുണ്ട്. അന്നേരം എന്നെ അറിയിച്ചില്ലല്ലോ, എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലേ എന്നെ അറിയിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് അവർ തങ്ങളുടെ ഒരു തർക്കം എന്ന പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയാണെങ്കിൽ പിന്നെ അവിടത്തേക്ക് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും കൊണ്ടുപോയതല്ലേ ഉള്ളൂ, 2 ദിവസം കഴിയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പിന്നെ ശാലിനി പറയുന്നുണ്ട്. ഇപ്പോൾ അച്ഛനൊരു സന്യാസിയെ പോലെയാണ് വന്നിരിക്കുന്നത്, കാവ്യവേഷവും രുദ്രാക്ഷവും ഒക്കെ ആയിട്ട് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോയത് ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് ആയിരിക്കും. ഇനിയിപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ട് അച്ഛനോട് വിളിച്ചു പറഞ്ഞ് കൊണ്ടുപോയതൊന്നും അല്ല
അല്ലല്ലോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, കുഞ്ഞേച്ചി എന്തൊക്കെയാണ് പറയുന്നത്, നമ്മുടെ ശല്യം സഹിക്കുക വയ്യാതെ അമ്മ ഇറങ്ങി പോയെന്നാണോ, കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ശാലിനിയും ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ, കാട് കയറി ചിന്തിക്കുകയൊന്നും വേണ്ട, ഇതിപ്പോൾ എന്തായാലും വിളിക്കുമായിരിക്കും, എന്തായാലും ഞാൻ അന്വേഷിക്കാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, എന്തായാലും പിന്നെ അച്ഛൻ പോയതല്ലേ ഉള്ളൂ അങ്ങോട്ട്, ഇപ്പോൾ അമ്മയ്ക്ക് അസുഖം മാറാൻ ഒരവസ്ഥ മാറാൻ എന്നൊക്കെയല്ലേ പറയുന്നത്, അപ്പോൾ ഡോക്ടറെ കാണിക്കല്ലോ എന്തായാലും, അപ്പോൾ പൈസയുടെ ആവശ്യം എന്തായാലും വരും, അപ്പോൾ കുഞ്ഞേച്ചി എന്തായാലും വിളിക്കും, നമ്മളെ വിളിച്ചില്ലെങ്കിലും കുഞ്ഞേച്ചി വിളിക്കും, ഇനിയിപ്പോൾ നമ്മളെയാണ് വിളിക്കുന്നതെങ്കിൽ കുഞ്ഞേച്ചി വിളിച്ച് കാര്യം പറയാം, അത്ര പോരെയും ചോദിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്, എന്തായാലും വിളിച്ചില്ല എന്ന് കരുതി ഞാൻ എന്തായാലും അന്വേഷിക്കാതിരിക്കുന്നില്ല, എവിടെയാണെങ്കിലും ചെന്ന് കണ്ട് നമ്മുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട നമ്മൾ മക്കളുടെ ഉത്തരവാദിത്തമാണ്, ശരി ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി പോകുന്നുണ്ട്. പക്ഷേ ശാലിനി വന്നതങ്ങോട്ട് ശ്യാമയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ശാരികയെ വിളിച്ച് പറഞ്ഞു, ആ ഒരു കാര്യം വിളിച്ച് പറയുകയും ചെയ്തു, അതുകൊണ്ട് ശാലിനി അറിയുകയും ചെയ്തു. ശാരിക നേരെ സംസാരിക്കുന്നത്, പക്ഷേ ശ്യാമയ്ക്കാണെങ്കിൽ തീരെ ശാലിനി അങ്ങോട്ട് ഇഷ്ടമല്ലാതെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ തിരികെ കാറിൽ പോകുമ്പോൾ അനുപല്ലവി ഫോൺ ചെയ്യുന്നുണ്ട്, മാഡം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നോക്കണേന്ന് പറയുമ്പോൾ ആ ശരി നോക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ വാട്സപ്പിൽ ഇങ്ങനെ വീഡിയോ ഓണാക്കി നോക്കുന്നുണ്ട്. അന്നേരം ആ യൂട്യൂബർ ഇങ്ങനെ സംസാരിക്കുന്നതാണ്, കേരളക്കരയെ ഞെട്ടിക്കുന്ന ഒരു വിവാഹമാണ് നടന്നിരിക്കുന്നത്, ഒരു രഹസ്യ കല്യാണമാണ് നടന്നിരിക്കുന്നത്, മറ്റാരുടെയുമല്ല, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനിയുടേതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ആ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, രണ്ടുപേരും ആ കയ്യിലിങ്ങനെ മാല വെച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട്. വരൻ മറ്റാരുമല്ല, വീട്ടിലെ ഡ്രൈവർ പണിക്കും ഗുണ്ടാപ്പണിക്കും ഒക്കെ വരുന്ന മാണിക്കോത്ത് ശിവനാണ്. അപ്പോൾ വിഷ്ണു കാണാതായതിനെ കുറിച്ച് കുറേ കിംവദന്തികളൊക്കെ പരക്കുന്നുണ്ട്, അതിനുപേക്ഷിച്ച് പോയതാണോ നാട് വിട്ടതാണോ എന്നുള്ളതൊക്കെ സത്യമാണ് അറിയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാലിനിയെ കുറിച്ചൊക്കെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരം രാമേട്ടനാണെങ്കിൽ വണ്ടി ഓട്ടിക്കുന്നതെങ്കിൽ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ തലേ കൈവച്ച് ഇങ്ങനെ ആകെ ഷോക്കായിട്ട് ഇത് നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയാണ് പിന്നെ സ്കൂളിലേക്ക് പോകുന്നതും അവിടെ ആ ഒരു ഫംഗ്ഷന് ശിവൻ കുട്ടികളോടൊപ്പം സമ്മാനം നേടുന്നതും കൊടുക്കുന്നതും ഒക്കെ. പക്ഷെ അന്നേരം ഈ വീഡിയോയുടെ പ്രശ്നം അതിനോടകം ശാലിനി പരിഹരിക്കുമോ എന്താണ് എന്നുള്ളത് കാണിക്കുന്നില്ല. അവിടെ ജോൺ അബ്രഹാം ആണെങ്കിൽ അവിടെ ഓഫീസിലെ എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടി ആകെ ശാലിനി ഇങ്ങനെ അപമാനിച്ച് നിർത്തിയിരിക്കുകയാണ്. ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ബാക്കി എപ്പിസോഡ് വരുമ്പോൾ കാണാം. പിന്നീടാണ് ഫാമ കാണുന്നതും ഒക്കെ. വീട്ടിൽ ചെല്ലുമ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.